ഗുഡ് മോർണിംഗ് ടു ഓൾ. എൻ്റെ പേര് ഗീതു പി കുമാർ എന്നാണ്. ഞാൻ ബ്ലെസ് അക്കാഡമിയിലെ നേഴ്സിംഗ് ട്യൂട്ടറാണ്. എല്ലാ ക്ലാസ്സിലും തന്നെ ഞാൻ പറയുന്നത് പോലെ തന്നെ നമ്മുടെ ബ്ലെസ് അക്കാഡമിയിൽ നിന്നും നിരവധി സ്റ്റുഡൻസ് ആണ് ഓരോ ദിവസവും എക്സാം അറ്റൻഡ് ചെയ്ത് 100% റിസൾട്ട് കൈവരിക്കുന്നത്. അതായത് നമ്മുടെ ഞാൻ ഇവിടെ കണ്ടുവരുന്നത്, അതായത് ഇവിടെ അഡ്മിഷൻ വരുന്ന ടൈമിൽ, സ്റ്റുഡൻസിന്റെ അഡ്മിഷന് വരുന്ന ടൈമിൽ അലക്സാറിനോട് പറയാറുണ്ട്, സാറേ ഞാൻ ഓൾറെഡി ഞങ്ങളുടെ 2 ചാൻസ് കഴിഞ്ഞു, ഞങ്ങൾക്ക് MOH പാസ്സാവണം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് DHA പാസ്സാവണം, ഹാർഡ് പാസ്സാവണം, ഞങ്ങളുടെ 2 ചാൻസ് കഴിഞ്ഞു സാറേ, ലാസ്റ്റ് ചാൻസ് ആണ് ഞങ്ങൾ ഇവിടെ എത്തിയിരിക്കുന്നത്. സാറ് എന്താണ് അതിനെപ്പറ്റി അഭിപ്രായം, ഞങ്ങളെ പാസ്സാക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ തന്നെ സാർ ഇവിടെ അവരോട് പറയുന്നുണ്ട്, നിങ്ങൾ ബ്ലെസ് അക്കാഡമിയിൽ നിന്ന് ഇറങ്ങുകയാണെങ്കിൽ, കോച്ചിങ് കഴിഞ്ഞ് ഇറങ്ങി നിങ്ങൾ എക്സാം പാസ്സായി തന്നെ നിങ്ങൾ ഇറങ്ങുകയുള്ളൂ എന്നൊരു ഗ്യാരണ്ടി തന്നെ സാറ് കൊടുക്കാറുണ്ട്. എന്നിട്ടും ഇവർക്ക് നല്ല ടെൻഷനാണ് ഇവർക്ക്. സാറേ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നുള്ള നിരവധി ക്വസ്റ്റ്യൻസ് ആണ് സാറിനോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ സാർ അതിനെല്ലാം തന്നെ നല്ല കോൺഫിഡന്റ് ആയിട്ടുള്ളൊരു റിപ്ലൈ ആണ് സാർ അവർക്ക് കൊടുക്കുന്നത്. അതോടൊപ്പം തന്നെ അവർ ക്ലാസ്സിൽ കയറുമ്പോൾ തന്നെ അവർക്ക് ആദ്യത്തെ ദിവസങ്ങളിലൊക്കെ തന്നെ അവരുടെ ഫേസിന്റെ എക്സ്പ്രഷൻ കണ്ടാൽ തന്നെ അറിയാം, അവർ എന്തോ ഒരു വെരണ്ടിരിക്കുന്ന മട്ടിലാണ് എൻ്റെ അടുത്ത് ക്ലാസ്സിന് വന്നിരിക്കുന്നത്. ആദ്യത്തെ ദിവസങ്ങളിൽ എങ്ങനെയാണ് എന്താണ് എന്നുള്ള രീതിയിൽ. അപ്പൊ ഫസ്റ്റ് ക്ലാസ്സിൽ ഞാൻ പറയും, നമ്മള് ആദ്യത്തെ ക്ലാസ്സിൽ ഒരു ബുദ്ധിമുട്ടാണ്, നിങ്ങൾക്കൊരു ഫിയർ ആണ് എന്നൊക്കെ ഞാൻ പറഞ്ഞു ആശ്വസിപ്പിക്കാറുണ്ട്. അതേപോലെ തന്നെ ഒരു 4th ക്ലാസ് ഒക്കെ ആകുമ്പോൾ തന്നെ അവർക്ക് ഫേസിലൊരു എക്സ്പ്രഷൻ, നല്ലൊരു ഫീലിംഗ് വന്ന്, അതായത് നമ്മളോടും ഒരു ഫ്രണ്ട്ലി മാനറാവും. ഫ്രണ്ട്ലി ആയി കഴിയുമ്പോൾ തന്നെ അവർക്കൊരു അതായത് ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ തന്നെ നല്ലൊരു ഫ്രണ്ട്ലി മാനുവറിലാണ് ഞാൻ ക്ലാസ് എടുക്കാറ്. ഒരു സ്റ്റുഡന്റ് ഒരു ടീച്ചർ എന്നുള്ള രീതിയിലല്ല, ഞാൻ നല്ല ഫ്രണ്ട്ലി ആയിട്ടാണ് അവരോട് ക്ലാസ് എടുക്കുന്നത്. അപ്പൊ അവർക്ക് എന്തിനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അവർക്ക് എന്ത് ഡയറ്റും. ചില സ്റ്റുഡൻസ് ടീച്ചറെ എങ്ങനെ പഠിക്കണം, മിസ് എങ്ങനെയാണ് ഞങ്ങൾ നോട്ട് എഴുതേണ്ടത്, എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നുള്ളത് പോലും ചില കുട്ടികൾക്ക് അറിയാൻ വയ്യ. അപ്പൊ തന്നെ ഞാൻ ക്ലാസ്സിൽ പറയാറുണ്ട്, ഓരോ സിസ്റ്റം എടുക്കുന്ന ടൈമില് ഇന്നത് ബേസിക് ആണ്, അത് കൂടുതൽ നമുക്കിപ്പോ എക്സാം ഫോക്കസ് ചെയ്യാറില്ല, അത് വേണ്ട. പിന്നെ ഓരോ സിസ്റ്റം പഠിക്കുമ്പോൾ അണ്ടർലൈൻ ചെയ്യുക. ഒരു ബ്ലൂ ഇങ്ക് വെച്ചാണ് നോട്ട് എഴുതുന്നതെങ്കിൽ ഞാൻ അവരോട് പറയും, റെഡ് ഇങ്ക് വെച്ച് നിങ്ങൾ അണ്ടർലൈൻ ചെയ്യുക, ഇത് ഇമ്പോർട്ടന്റ് ആണ്, ഡബിൾ ടിക്ക് ചെയ്യുക, അത് വെരി വെരി ഇമ്പോർട്ടന്റ് ആണ് എന്ന് പറഞ്ഞാണ് ഞാൻ പോകുന്നത്. എന്നിട്ട് ഞാൻ പറയും, ഇന്ന് വീട്ടിൽ ചെന്നിട്ട് ഈ വെരി ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒരു ക്വസ്റ്റ്യൻസ് രൂപ ഒരു പേപ്പറിൽ അല്ലെങ്കിൽ ഒരു നോട്ട്ബുക്കിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. അതായത് ലാസ്റ്റ് ടൈമിൽ അത് നിങ്ങൾക്ക് കൂടുതൽ ബെനിഫിറ്റ് ചെയ്യും. മനസ്സിലായല്ലോ? അതിനുവേണ്ടിയാണ് ഞാൻ പറയുന്നത്. അതായത് എനിക്ക് ക്ലാസ് തീർക്കുക എന്നുള്ളൊരു റോള് മാത്രമല്ല, ഓരോ കുട്ടിയും എങ്ങനെ ആ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യണം, ഓരോ സിസ്റ്റവും അവരെങ്ങനെ പഠിക്കണം എന്നുള്ളത്. അതുപോലെ നോർമൽ വാല്യൂസ് എല്ലാം തന്നെ വേറൊരു നോട്ടാക്കുക. അതുപോലെ തന്നെ ഓരോ പിക്ചേഴ്സ് ഉണ്ട്, അതായത് ഓരോ സർജറിയുടെ സൈറ്റ്, ആ പിക്ചേഴ്സ് അതെല്ലാം തന്നെ വേറൊരിത്. പിന്നെ അങ്ങനെ ഓരോ മെക്കാനിസം, അതുപോലെ യൂസ്, അങ്ങനെ ഓരോ പാറ്റേൺ ആയിട്ടാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് വരുന്നത്. മനസ്സിലായല്ലോ? അത് ഓരോന്നും ഡിഫറെന്റ് കാറ്റഗറി തിരിച്ച് അവരെങ്ങനെ എഴുതണം എന്ന് പോലും ഞാൻ ക്ലാസ്സിൽ അവർക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട്. അതിനുശേഷം തന്നെ ലാസ്റ്റ് ഒരു എക്സാമിന് ഒരു 1 വീക്ക് മുമ്പ് ഞാൻ അവർക്ക് ഓരോ എക്സാം ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യവും ഞാൻ അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാറുണ്ട്. അതായത് സാറ് ഓരോ സിസ്റ്റം എടുക്കുന്ന സമയത്തും സാറും എനിക്കും കോച്ചിങ് തരാറുണ്ട്. അവർക്ക് ഓരോ ഇതിലും എങ്ങനെയാണ് മോക്ക് ടെസ്റ്റ്, ഓരോ സിസ്റ്റം കഴിയുമ്പോൾ തന്നെ മോക്ക് ടെസ്റ്റ് മാർക്ക് കുറവുള്ളവർക്ക് അത് റീടെസ്റ്റ് ചെയ്യിപ്പിക്കാറുണ്ട്. അത് സാർ എനിക്ക് ഓരോ കോച്ചിങ് തരും, ഞാൻ അതനുസരിച്ച് തന്നെ സ്റ്റുഡൻസിന് അതേ രീതിയിൽ ഞാൻ ഫോളോ ചെയ്ത് കൊടുക്കും. മോക്ക് ടെസ്റ്റിൽ ഒരു 4 ക്വസ്റ്റ്യൻസ് ബിലോ, അതായത് 4 ക്വസ്റ്റ്യൻസ് നമ്മളൊരു ഇൻകറക്റ്റ് ആണെങ്കിൽ നമ്മൾ അത് വിട്ടു കൊടുക്കും. അതിന് താഴെ ഇതാണെങ്കിൽ ഞാൻ റീടെസ്റ്റ് കൊടുക്കാറുണ്ട്. റീടെസ്റ്റ് കൊടുത്ത് അവർക്ക് ഫുൾ മാർക്ക് അത് വാങ്ങുന്നിടം വരെ മോക്ക് ടെസ്റ്റ് നമ്മൾ റിപ്പീറ്റ് ചെയ്യാറുണ്ട്. അതുപോലെ പ്രീവിയസ് ക്വസ്റ്റ്യന്റെ ഡിസ്കഷൻ, അത് ഒത്തിരി യൂസ്ഫുൾ ആണ് സ്റ്റുഡൻസിന് ഓരോരുത്തർക്കും തന്നെ. അത് കൂടുതൽ തവണ അവര് പ്രീവിയസ് ക്വസ്റ്റ്യൻസിന്റെ ഡിസ്കഷൻ ചെയ്യും. ആ ഡിസ്കഷന് ശേഷം അതിൽ നിന്ന് ടെസ്റ്റ് കൊടുക്കാറുണ്ട്. അങ്ങനെ അവർക്ക് 100% കോൺഫിഡൻറ്റോടാണ് ഞങ്ങൾ ഇവിടുന്ന് ഇറക്കുന്നത് ഓരോ സ്റ്റുഡൻസിനെയും. അതുപോലെ തന്നെ ഓരോ ക്വസ്റ്റ്യൻസും എങ്ങനെ അറ്റൻഡ് ചെയ്യണം എന്നുള്ളതും അവർക്ക് നമ്മൾ പറഞ്ഞു കൊടുത്താണ് വിടുന്നത്. അപ്പം നമ്മുടെ റെഗുലർ ക്ലാസ് ആണെങ്കിലും ക്രാഷ് ആണെങ്കിലും എല്ലാവർക്കും തന്നെ ഒരേ രീതിയിലുള്ള എക്സാം ടിപ്പുകളാണ് പറഞ്ഞു കൊടുത്തു വിടുന്നത്. അതായത് റെഗുലർ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്ന കുട്ടിക്ക് ലാസ്റ്റ് ഫുൾ കോൺഫിഡന്റ് ആണ്. അവര് ഇങ്ങോട്ട് പറയും, മിസ്സേ സാറേ ഡേറ്റ് എടുത്തോ,
പ്രശ്നമില്ല, ഞാൻ കോൺഫിഡന്റ് ആണ്, പാസ്സാകും, എക്സാം പാസ്സാകുന്നതിൽ ഒരു കുഴപ്പമില്ല, ഡേറ്റ് എത്രയും വേഗം എടുത്ത് തന്നു എന്നാണ് അവർ ലാസ്റ്റ് ഇങ്ങോട്ട് പറയുന്നത്. അപ്പൊ തന്നെ നമുക്ക് ഒരു അതിശയം പോലെയാണ്. ആദ്യം വന്ന ആളുകളല്ല, എന്ന് വെച്ചാൽ ആദ്യം നല്ലൊരു പേടിയോടുകൂടിയാണ് വന്നത്. അവരൊരു 15 ഡേയ്സ് ഒക്കെ കഴിയുമ്പോൾ തന്നെ അവര് ഫുൾ കോൺഫിഡന്റ് ആണ്. അപ്പം ഇനിയും അടുത്ത ക്ലാസ്സുകളിൽ ഓരോ എക്സാമിനും എത്ര അവർ, അതായത് ഓരോ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ നിങ്ങളെ എങ്ങനെയാണ് അവനെ എലിമിനേറ്റ് എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് എലിമിനേറ്റ് ചെയ്യുന്നത്, പിന്നെ അത് 2 ഓപ്ഷനിൽ നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻസിലെ ക്വസ്റ്റ്യൻസിലെ ആൻസറുകൾ എങ്ങനെയാണ് അതിൽ നിന്നും കണ്ടെത്തുന്നത് എന്നുള്ള ടിപ്സുമായി ഞാൻ നിങ്ങളുടെ മുന്നിൽ അടുത്ത ദിവസം എത്തുന്നതാണ്. താങ്ക് യു.